1981 SSLC മുക്കം ഹൈസ്കൂൾ ബാച്ചിന്റെ സമാഗമനമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം വളരെ വിപുലമായി മുക്കം ഹൈസ്കൂളിൽ നമ്മൾ സംഘടിച്ചതാണ്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ വലിയൊരു കൂട്ടായ്മയും സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് എല്ലാവരും ഇവിടെ കൂടിച്ചേർന്നിട്ടുള്ളത്. 1980-81 SSLC ബാച്ചിന്റെ രണ്ടാമത്തെ സമാഗമമാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2023 സെപ്റ്റംബർ 12 മുക്കം ഹൈസ്കൂളിൽ വെച്ചായിരുന്നു ആദ്യ സംഗമം. നമ്മുടെ അധ്യാപകരെ കൂടി ആദരിക്കുന്ന ഒരു ചടങ്ങ് അന്ന് സംഘടിപ്പിച്ചിരുന്നു. ഏറ്റവും ഹൃദ്യമായ ഒരു ചടങ്ങായിട്ടായിരുന്നു അന്ന് തോന്നിയിരുന്നത്, അനുഭവപ്പെട്ടത്. മുക്കം ഹൈസ്കൂള് പഠനം പൂർത്തിയാക്കി വിവിധ മേഖലകളിൽ തൊഴിൽ തേടിയും മറ്റ് ജീവിത ആവശ്യങ്ങൾക്കും വേർപിരിഞ്ഞു പോയ നമ്മള് 41 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി സംഗമിക്കുകയായിരുന്നു. അത് അന്നത്തെ ആ ചടങ്ങിന്റെ പ്രചോദനമാണ് നമുക്ക് ഇങ്ങനെ ഒരു സമാഗമം നടത്താൻ പ്രേരിപ്പിച്ചത്. നമ്മുടെ സദൃത്തിൽ കൂടിയായ സുബൈർ കോഴിക്കോട് സെക്രട്ടറി, കോഴിക്കോട് തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സമാഗമത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആതിഥേയത്വം വഹിക്കാൻ സുബൈർ തയ്യാറാവുകയും അങ്ങനെയാണ് നമ്മൾ കോഴിക്കോട് വെന്യൂ തീരുമാനിക്കുന്നത്. അത് മിക്കവാറും ഇന്ന് ഹർത്താലോട് പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ മുഴുവൻ ആളുകൾക്കും എത്തിച്ചേരാൻ പ്രയാസമുണ്ടെങ്കിലും അന്ന് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിയിട്ടുണ്ട്. എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും ഈ ബാച്ചിന്റെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്ക് ഏർപ്പാടാക്കാം. കുറെ ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ എടുത്ത് വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ പോവാം. വൈകിട്ടുള്ള ചായ നമുക്ക് അവസാനാക്കാം. എന്തായാലും വലിയ സന്തോഷം എല്ലാവരും ഒന്നിച്ച് കണ്ടുകൊണ്ട്. എന്തായാലും റസാക്കിനെ സംഭവിച്ചേ പറ്റൂ, അതുപോലെ ഗിരിശേരി. കാരണം രാവിലെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊന്നും വിജയിക്കുള്ളൂ. അല്ലാതെ ഈ ഒരാൾ വിളിച്ചിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഓടിയിട്ടോ ഞാൻ ഭക്ഷണം ഞാൻ ഏറ്റവും പറഞ്ഞാൽ ഒരാൾ ഇപ്പോഴത്തെ കാലത്ത് കിട്ടൂല. കാരണം ആർക്കും കൊടുക്കുന്ന ആവശ്യമില്ല, അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് എല്ലാവരും ഒരു സന്തോഷവും. പിന്നെ ഇതിലൊക്കെ എനിക്ക് വല്ലാതെ മനസ്സിൽ പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരനാണ് മോഹൻ്റെ അടുത്തുണ്ട്. എന്തായാലും ആ ഒരു അടുത്തുള്ള സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ച് സംസാരിക്കാനും ഒന്നുമില്ലെങ്കിലും ഒന്ന് ഞെട്ടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത് എല്ലാവരോടും നന്ദി പറയാനും ഈ കൂട്ടായ്മ നമ്മൾ തുടരണം. അപ്പോൾ നമുക്ക് വയനാട്ടിലേക്ക് തന്നെ അത് 20 ദിവസം അങ്ങോട്ടും 20 ദിവസം അങ്ങോട്ടും 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ രാമേട്ടൻ വീഡിയോ കൊടുക്കാനുള്ള 60 ദിവസം ബാക്കിയുണ്ട്. ചിലപ്പോൾ അതിന് എന്തെങ്കിലും മുട്ടായി വാങ്ങി തിന്നേച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് പട്ടിണിയാണ്. അപ്പം എന്താ ഓൻ്റെ അമ്മ പണിക്ക് പോകുമ്പോൾ ഓനുണ്ടാക്കി വെച്ച ചോറുണ്ടോ, അതാണ് ഞാൻ മോന് പോയി തിന്നത്. അത് കുറേ പ്രാവശ്യമാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇതിനെ കടന്നു പോകുന്ന സമയത്തെങ്കിലും ഇവിടെ കയറി അനൗദ്യോഗികമായിട്ടെങ്കിലും ഒന്ന് ചടങ്ങിൽ പങ്കെടുക്കും. 12 മണി വരെ സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഒരു അടിയന്തര യോഗം നടക്കുകയാണ്, അവരുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ് ഒഫീഷ്യൽസ്. അപ്പോ എത്താൻ കഴിയില്ല, ഇനി കുറെ സമയം നീളുമെന്നാണ് അറിയിച്ചത്. നമ്മൾ ഉദ്ഘാടന ചടങ്ങ് ആവശ്യമില്ലെങ്കിലും നമ്മൾ അതൊരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ, നമ്മളിങ്ങനെ ചടങ്ങിന്റെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ വേദിയിൽ നമ്മുടെ ഒരു VIP ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇനി മറ്റു നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പങ്കുവെക്കുന്ന സമയത്ത് നല്ലൊരു പരിപാടിയായിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ വെച്ചാണ്, ഒക്കെ ഹൈസ്കൂളിൽ വെച്ചായിരുന്നു നമ്മുടെ പരിപാടി ചേർന്നിരുന്നത്. പക്ഷെ അന്ന് നമ്മുടെ അവിടെ അധ്യാപകരെ കൂടി നമ്മൾ ആദരിച്ചു. അപ്പൊ നമ്മുടെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ മിക്കവാറും ആളുകളെ നേരിട്ട് പരിചയമുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ദൂരെ മറ്റു സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മുക്കത്ത് തന്നെയായിരുന്നു. കഴിഞ്ഞ 36 വർഷക്കാലം അധ്യാപകനായി ജോലി ചെയ്തു. സർവീസിൽ നിന്ന് പിരിഞ്ഞു. 4 വർഷമായി. 2020 എല്ലാവരും 22കാരാണ്. ഞാൻ എന്തോ എന്റെ എവിടെയും കുഴപ്പമൊന്നും അറിയില്ല. 2020 റിട്ടയർ ചെയ്തിട്ടുണ്ട്. 2000 ഉണ്ടല്ലേ.
അപ്പൊ 2020 റിട്ടയർ ചെയ്തിട്ടുണ്ട്. അപ്പോ 20 റിട്ടയർ ചെയ്ത് മുക്കത്തായതുകൊണ്ട്, മുക്കം നമ്മുടെ ടൗണും ആയതുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഇന്നത്തെ കാലഘട്ടവും നമ്മൾ വിലയിരുത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാവുന്നത്. അന്ന് നമ്മളെല്ലാവരും 8-10 കിലോമീറ്റർ, ഇപ്പോ നമ്മുടെ മുരളിയും അതുപോലെ സുനിൽകുമാറൊക്കെ അവിടുന്ന് പന്നിക്കോട് കൊണ്ട് നടക്കലായിരുന്നു. അന്ന് ദൂരെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നടന്ന് നമ്മള് മാവ് എവിടെയൊക്കെ മാങ്ങയുണ്ടോ എന്ന് അവരോട് ചോദിച്ചാൽ അവിടെയൊക്കെ പോയിട്ട് എറിഞ്ഞിട്ടുണ്ടാവും. ചെറുപാടിയിൽ നിന്ന് നിസാറും സുബൈറൊക്കെ. അപ്പൊ അന്ന് നമുക്ക് നടത്തും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വീടിന്റെ മുറ്റത്ത് നമ്മൾ വാഹനത്തിൽ കയറിയിരുന്നില്ല. അതുപോലെ നിറഞ്ഞ വയറോട് കൂടി നമ്മൾ സ്കൂളിൽ വരാറുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ടുള്ള തീരെ വിശന്ന വയറുമായിട്ട് നമ്മൾ സ്കൂളിൽ എത്തിയിരുന്നു. അതുപോലെ തന്നെ അന്ന് അവധിക്കാലം നമ്മൾ ചെലവഴിച്ചിരുന്നത് ഇന്നത്തെ പോലെ മൊബൈലിന്റെ മുന്നിലോ ടിവിയുടെ മുമ്പിലോ ആയിരുന്നില്ല. സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീടുകളിലായിരുന്നു. അതിന്റെ ഒക്കെ ഗുണം, അതുപോലെ പുഴക്കരകളും അതുപോലെ തന്നെ നമ്മുടെ മാവഞ്ചോടൊക്കെ ആയിരുന്നു നമ്മുടെ അവധിക്കാലം ചെലവഴിച്ചിരുന്നത്. അതിന്റെ ഗുണമാണ് ഇന്നും നമുക്ക് കാണുന്നത്. ഇന്ന് നമ്മൾ അറിയാത്ത മുഖങ്ങളില്ല. നമുക്ക് ഒരുപാട് സുഖവും ദുഃഖവും ഒക്കെ നമ്മൾ അന്ന് പങ്കുവെക്കാറുണ്ട്. ഓരോ ആളുകളുടെ വീട്ടിൽ, ഇപ്പോ സുബൈർ പറഞ്ഞ പോലെ രാജന്റെ വീട്ടിൽ പോയി ഉച്ചക്ക് രാജന് അമ്മ വെച്ചിരിക്കുന്ന ചോറ് തിന്നിരുന്നു എന്ന് പറഞ്ഞു. നമുക്കൊക്കെ അനുഭവങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുപോലെ നമുക്കൊക്കെ ഉണ്ട് കൂട്ടുകാരുടെ അടുത്തൊക്കെ. ഇന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇന്ന് കുട്ടികള് അവരുടെ വീട്ടിലെ അച്ഛനെയും അമ്മയെയും പോലും കാണുന്നില്ല. കാരണം വന്ന് മൊബൈലിന്റെ അടുത്തേക്ക് ഭക്ഷണം, വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കാൻ പോലും സാഹചര്യം അവസരമില്ലാത്തവർ. ഞാൻ എന്റെ വീട്ടിലെ കാര്യം തന്നെ പറയുന്നത്. പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മോനെ ഭക്ഷണം താന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചോളാന്ന് പറയും. അവരെപ്പോഴോ വന്ന് കഴിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം. സ്കൂളും അങ്ങനെ തന്നെയാണ്, വീടും അങ്ങനെ തന്നെയാണ്. സുഹൃത്ത് ബന്ധങ്ങൾ ഇപ്പൊ നമുക്കുള്ള സുഹൃത്ത് ബന്ധം പോലും നമ്മുടെ കുട്ടികൾക്കില്ല. എന്ത് സംഭവിച്ചോ അതെല്ലാം മൊബൈലിലും. ഇന്ന് അതേപോലെ വിവാഹങ്ങളും ഒക്കെ ആണെങ്കിൽ നമ്മളൊക്കെ പോയി ഒരാഴ്ച മുമ്പൊക്കെ കല്യാണ വീടുകളിലൊക്കെ ശ്രമദാനമായിട്ട് അങ്ങനെ നമ്മൾ സഹായിക്കുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതൊന്നും ഇന്ന് നമുക്ക് അന്യമായതുകൊണ്ട് ഈ ഒരു നമ്മുടെ തലമുറ എന്ന് പറയുന്നത് ഭാഗ്യം സിദ്ധിച്ച തലമുറയാണ്. പണ്ടത്തെ പോലെ നമ്മുടെ ആ പഴയ രീതികൾ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മുടെ കുട്ടികളിലൂടെ നമ്മൾ ഈ പുതിയ ജീവിത രീതിയും കണ്ടു. അത് തമ്മിലുള്ള താരതമ്യം ചെയ്യുമ്പോഴാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് ആ 40 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു, അല്ലെ 50 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 81 ബാച്ചിന്റെ സംഘമുണ്ട് എന്ന് പറഞ്ഞപ്പോ മുഹമ്മദിന് അന്ന് ഇപ്പൊ മുഹമ്മദ് മാഷിക്ക് വയനാട്ടിൽ നിന്നിട്ട് എങ്ങനെയെങ്കിലും വരണമെന്ന് തോന്നിയത് അന്നത്തെ ആ കൂട്ടായ്മയായിരുന്നു. അതുപോലെ തന്നെ അന്ന് സുനില് എറണാകുളത്ത് സുനിലൊക്കെ വരേണ്ടതായിരുന്നു, വരുമെന്നും അറിയിച്ചിരുന്നു. ചെറിയ പ്രയാസമുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒഴിവാക്കി നമുക്ക് വരാൻ തോന്നിയത് അന്നത്തെ ആ കൂട്ടായ്മയാണ്. ഇന്നുള്ള കുട്ടികളോട് ചോദിച്ചു നോക്കി. ഞാൻ എന്റെ മോനോട് കഴിഞ്ഞ ദിവസം അവരെന്തോ ഒരു സംഘമുണ്ട് പോകുന്നത്, ഞാൻ പോകുന്നില്ല എന്നാ പറഞ്ഞു. അപ്പൊ അന്യ സമയത്ത് 5-10 കുട്ടികളെ വന്നിട്ടുള്ളൂ. അതാണ് ഇത്രയും 40 വർഷങ്ങൾക്ക് മുമ്പുള്ള 19 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മൾ വന്ന് ഇങ്ങനെ ഒരു സ്നേഹം പങ്കെടുപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അതുമില്ല. അത് വിദ്യാലയങ്ങളിൽ നഷ്ടപ്പെട്ടു. കാരണം അധ്യാപകരിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്ന സ്നേഹം ഇപ്പോ നേരത്തെ സുബൈർ പറഞ്ഞ പോലെ വടിയും ആയുധങ്ങളൊക്കെ ഇങ്ങനെ നിർത്തിയിരുന്നെങ്കിലും അവരെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം സ്നേഹിക്കുന്നത് അന്നത്തെ രീതി അതായിരുന്നു. നമ്മുടെ മുക്കൈ സ്കൂളൊക്കെ പഠിച്ച കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ പേടിക്കുന്ന, നമ്മളൊക്കെ ഭയപ്പെടുന്ന അധ്യാപകരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ഏറെ സ്നേഹിക്കുന്ന, നമ്മൾ ഇന്നും ജീവിതത്തിൽ മറക്കാത്ത അധ്യാപകർ. ഞാൻ 81 SLC കഴിഞ്ഞ് 84 ജോലിയിൽ കയറിയാണ്. ഒരു 3 വർഷമേ പഠനം കഴിഞ്ഞ് 3 വർഷം PTC കഴിഞ്ഞ ഉടൻ തന്നെ ജോലി കിട്ടിയതുകൊണ്ട് പിന്നെ ഓരോ അധ്യാപകരും ഹൈസ്കൂളിൽ ഒക്കെയുള്ള ഓരോ അധ്യാപകരെയും ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ച ആളാണ്. ഇപ്പോ ജോലി ചെയ്ത് കൊടിയത്തൂരും ഒരു 5-8 സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ കുട്ടികളെ ആ സ്നേഹം ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്നുള്ള കാരണത്തിൽ നമ്മുടെ അധ്യാപകരിൽ നിന്ന് കിട്ടിയ. അപ്പം പാർവതി ടീച്ചർ എന്റെ ജീവിതത്തിൽ ഒരു ഭാഗമാണ്. കാരണം അമ്മയെ പോലെ സ്നേഹിക്കുന്നത് ഉണ്ണിനാരായണന്റെ, നമ്മുടെ സുഹൃത്ത് ഉണ്ണിനാരായണന്റെ പെങ്ങൾ. കാരണം മക്കളെ പോലെ കുട്ടികളെ കാണുക. നമുക്കൊരു മാർക്ക് പേപ്പർ കിട്ടിയാൽ അത് നോട്ട് ചെയ്ത് നോക്കും. അടുത്ത ക്ലാസ്സിൽ പോയിട്ട് അവിടുത്തെ മിടുക്കനായ കുട്ടിക്ക് എത്രയാ മാർക്ക് നിൽക്കുക അത് തിരിച്ചുവിടുമെന്ന് പറയുന്നത്. എന്റെ കുട്ടിക്ക് അവിടെ ശൈലജയ്ക്ക് ഇത്ര മാർക്കാണ്, മറ്റേ കുട്ടിക്ക് ഇത്ര മാർക്കാന്നൊക്കെ ഒന്ന് പറഞ്ഞു നമ്മൾ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അതൊക്കെ ഇന്നും ജീവിതത്തിൽ പകർത്തുകയും അത് നമ്മുടെ കുട്ടികളിലൂടെ അത് കൈമാറാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് നമുക്ക് ആ വിദ്യാലയ കാലഘട്ടത്തിൽ കിട്ടിയ സ്നേഹവും അതുപോലെ തന്നെ അവിടുന്ന് കിട്ടിയ സൗഹാർദ്ദവും സ്കൂളിലെ സാഹചര്യം. അന്ന് ആ സ്കൂളിലെ ഒടിഞ്ഞ ബെഞ്ച് ആണി, അത് സ്കൂൾ തുടങ്ങിയെന്നുണ്ടാക്കിയ ബെഞ്ചാണെങ്കിൽ ഓരോ വർഷവും ഒരു 10 ആണി വീതം അവർ വരും. ഒരു 10-25 കൊല്ലം കൊണ്ട് 250 ആണിയെങ്കിലും ആ പലകയിൽ അടിച്ചിട്ടുണ്ടാവും. അന്ന് ആ ബെഞ്ചിൽ ഇരുന്നപ്പോഴും നമുക്ക് പഠിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല.
പക്ഷെ ഇന്ന് കുട്ടികൾ ഓരോ വർഷവും മാറുന്ന ബെഞ്ചുകളും പെയിന്റ് അടിച്ച് ഓരോ വർഷവും പെയിന്റിങ് നടത്തുക, ബെഞ്ചിൽ ഇരുന്നിട്ട് പോലും കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. എന്താണ് അതിന് കാരണം? ഇന്ന് നമ്മുടെ ആ രീതികളാണ് നമ്മുടെ പൊതുവായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഈ ജാതി മത ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരാത്തത് അന്ന് നമുക്ക് ഇന്ന് പഠിക്കുന്ന വിദ്യാലയം ഒരുപക്ഷെ ഒരു പ്രത്യേക മതത്തിൻ്റെതായിരിക്കും, അവര് വളർന്നു വന്ന സാഹചര്യം ഒരു പ്രത്യേക മതത്തിൻ്റെതായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അന്യമതസ്ഥരെ അവരുടെ ജീവിത രീതി എന്താണെന്ന് അറിയില്ല, അവരുടെ സംസ്കാരം എന്താണെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടി വളർന്നു വന്ന കുട്ടികളാണ് ഇന്ന് നമ്മുടെ നാട്ടില് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇതൊക്കെ വളരെ ഭംഗിയായി ആ ഭാഗ്യം സിദ്ധിച്ച് നമുക്ക് ഇനിയും ഇതുപോലെ ഓരോ വർഷം കഴിഞ്ഞ വർഷം നമുക്ക് ഒരു സംഗമം നടത്തിയപ്പോ നമുക്ക് തോന്നി അടുത്ത വർഷം അത് 6 മാസം മുമ്പേ വിളി തുടങ്ങിയിട്ടുണ്ട്, നടത്തണ്ടേ. ഗിരിജ ഇടയ്ക്ക് വിളിക്കുമല്ലേ നമുക്ക് നടത്തണ്ടേ, ഓരോ തിരക്ക് പറഞ്ഞിങ്ങനെ നീണ്ടു പോയതാണ്. അപ്പൊ നവംബറിൽ എന്തായാലും നടത്താൻ തീരുമാനം. കഴിഞ്ഞ നവംബർ 12-ാം തീയതിയാണെന്നാണ് ഓർമ്മ. 2023 നവംബർ 12-നാണ് നമ്മൾ മുക്ക ഹൈസ്കൂളിൽ ഇതേപോലെ ഒരു സംഗമം നടത്തിയിരുന്നത്. അതിനുശേഷം ആ 12-ന്റെ മുമ്പേ അല്ലെ 12-ന് നടന്നപ്പോ ഒരു ഞായറാഴ്ച ആക്കാൻ വേണ്ടിയാണ് നവംബർ 10 തീരുമാനിച്ചത്. അപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അതിന് കൊട്ടിക്കലാശക്കായപ്പോ ഇപ്പൊ സുനിലും ഞാനും സുഭാഷൊക്കെ കുറെ ആളുകൾ ഉണ്ടാവും, അതിൽ ചെറിയൊരു ഭ്രാന്ത് കൂടി ഉള്ളതുകൊണ്ട് എന്തായാലും 10-ാം തീയതി നടക്കുക. ആദ്യം ആ തെരഞ്ഞെടുപ്പ് 13-ാം തീയതിയിൽ ഇങ്ങനെ സ്ക്രോളിംഗ് ഇങ്ങനെ വരുമ്പോ പിന്നെ ഏഷ്യാനെറ്റ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ അപ്പൊ ആദ്യം വിളിച്ചത് ഗിരിജയെ 10-ാം തീയതി നടക്കൂല കേട്ടോ. അതെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇലക്ഷൻ 13-ാം തീയതിയാണ്, 10-ാം തീയതി കൊട്ടിക്കലാശായി. കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഭാഷിനെ കണ്ടു. സുഭാഷ് പറഞ്ഞു 10-ാം തീയതി നടക്കൂല കേട്ടോ. അപ്പൊ ഞാനത് പറഞ്ഞു പറഞ്ഞു. അപ്പൊ അന്ന് തന്നെ പറഞ്ഞു അപ്പൊ തന്നെ അറിയിച്ചേക്ക് 10 എന്നുള്ളത് നമ്മള് അടുത്ത ഡേറ്റ് ഒന്ന് മാറ്റി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് തന്നെ 17-ാം തീയതി തീരുമാനിച്ചത്. ഏതായാലും ഇന്ന് ഈ ഒരു പ്രത്യേക സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ കുറച്ച് പേരുകൂടി ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു കുറച്ച് കലാപരിപാടി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കലാപരിപാടിയൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനൊരു ആവശ്യത്തിന് മുഖത്ത് പോയപ്പോ കുറച്ച് നമ്മുടെ കൂടെ വന്ന ബാച്ചുകാര് 5-6 പേര് അവിടെ കൂടിയിരിക്കുന്നത് കണ്ടു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഒന്ന് എന്തെങ്കിലും രസം വേണ്ടത്. അങ്ങനെ കുറച്ച് ആളുകള് ഒരു ദിവസം മോണാക്ട് പഠിക്കാനൊക്കെ പോയ ആളുകളൊക്കെ ഉണ്ട്. ഒരു ദിവസം എവിടോ കൂട്ടുകാരെടുത്ത് മോണാക്ടോ എന്തോ മിമിക്രിക്ക് എന്തോ പോയി. ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ആളെ കണ്ടിട്ടില്ല. അങ്ങനെ ആളുകളൊക്കെ ചിലപ്പോൾ അത് പൂർണ്ണമാക്കി ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഏതായാലും പിന്നെ നമ്മുടെ അന്നത്തെ ആസ്ഥാന കലാകാരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശബരിയെ പോലെ ഉള്ള ആളുകളൊക്കെ നമ്മൾ അന്ന് 50, 42, 43 വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ആ മധുരമായ ഗാനങ്ങൾ വീണ്ടും നമുക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ തന്നെ കുറെ പേര് ഇപ്പൊ നമുക്ക് ഈ കൂടിച്ചേരലിന് പിന്നെ അവസരം കിട്ടാത്ത ഹതഭാഗ്യരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ കോരനെ പോലെ, അതേപോലെ ദിനു തുടങ്ങിയ നമ്മുടെ ഈ യോഗത്തിൽ ഇരിക്കേണ്ട നമ്മുടെ ഈ സ്നേഹം പങ്കുവെക്കേണ്ട ആളുകൾ ഇന്ന് നമ്മുടെ ഒപ്പമില്ല. അവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മുടെ ഒരു പിടി പൂക്കൾ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ സംഗമത്തിൽ അനുസ്മരണം നടത്തിയതാണ്, അതുകൊണ്ടാണ് വീണ്ടും അനുസ്മരണം നടത്തുന്നത്. നമ്മുടെ പൂർവാധ്യാപകരെ നമ്മളെ പഠിപ്പിച്ചിരുന്ന നമ്മളെ ഇന്ന് നമ്മളൊപ്പം ഇല്ലാത്ത അധ്യാപകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ നമ്മുടെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ ചടങ്ങ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യല്ല, ഈ ചടങ്ങ് നമ്മുടെ പരിചയപ്പെടുത്തൽ ചടങ്ങ് കഴിഞ്ഞു അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്. അടുത്ത നമ്മള് ഒരു പാട്ടോടുകൂടി നമ്മുടെ ശബരിയുടെ ആ ഫ്രണ്ട് നമ്മള് 44, 43, 44 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട ആ ശബ്ദത്തിലൂടെ നമുക്ക് തുടങ്ങാം. എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ കലാമേള സമയത്തൊക്കെ ശബരി നമ്മുടെ ഒരു ആവേശമായിരുന്നു. കാരണം ശബരി ഏത് ഗ്രൂപ്പിലാന്നില്ല, ഹൗസ് തിരിച്ചാൽ ആദ്യം അന്വേഷിക്കുക ശബരി ഏത് ഗ്രൂപ്പിലാണ്. ഒരു 3-4 ഫസ്റ്റ് ഏറെക്കുറെ ഉറപ്പാണെന്ന്. ഒരു പ്രാവശ്യം ഞാൻ ഗ്രൂപ്പിന്റെ ലീഡറായപ്പോൾ ശബരിയായിരുന്നു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾ വാങ്ങിയതായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോരുത്തരുണ്ടാവുമല്ലോ ഓരോ കഴിവ്. ഇനി വിജയൊക്കെ ഇവിടെ ഇറങ്ങാൻ വരെ ഈ ഇതൊക്കെ കഴിഞ്ഞ് ആ രംഗത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നാടക രംഗത്തൊക്കെ പറ്റിയ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഈ അവസരങ്ങളാണ്. അപ്പൊ അത് ആ സമയം ചെലവഴിക്കുമെന്ന് വിചാരിക്കുന്നു, നമുക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നു വിചാരിക്കുന്നു. എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും അവരവരുടെ കഴിവുകൾ ഓരോരുത്തരും ഓരോ കഴിവുകളാണ്. അപ്പൊ നമ്മുടെ ശബരിയിലൂടെ തന്നെ തുടങ്ങാം. പിന്നെ നമ്മുടെ അശോകൻ, അന്ന് നമ്മൾ കുറെ കേട്ട പാട്ടുകളാണ്. അശോകനൊക്കെ റെഡി ആയിരിക്കും. അശോകന് ചെറിയൊരു അസുഖം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇത് നിശ്ചയിച്ച സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഞാൻ എന്തായാലും. പിന്നെ ഇത് പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം അഡ്രസ് ബുക്ക് എല്ലാം ഉണ്ടായിരുന്നത് ഗിരിജ ടീച്ചറുടെ കയ്യിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഗിരിജയുടെ കയ്യിൽ, ടീച്ചറായില്ല നമ്മളെല്ലാവരും.
അപ്പോ ഗിരിജയുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് അഡ്രസ്സ് നോക്കി കുറെ ആളുകൾ വിളിച്ചിരുന്നു. അവസാനം എല്ലാം ഗിരിജയിൽ തന്നെയായി. എല്ലാവരും വിളിക്കുകയും ഇടക്കിടക്ക് എന്നൊന്ന് വിളിച്ചിട്ട് അല്ല അതെന്തായി ഇതെന്തായും ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു അല്ലാതെ ബാക്കി എല്ലാം പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി അറിയിക്കുകയാണ്. ഈ സംഗമത്തിന് വേദി ഒരുക്കിയത്. അതുപോലെ തന്നെ സുബൈർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എവിടെ നടത്തണമെന്ന് ഒന്ന് ആലോചിച്ചിട്ടേ ഉള്ളൂ. അപ്പോ അത് ഞാൻ ഏറ്റെടുത്തു. ആർക്കും വിരോധമില്ലെങ്കിൽ അത് കോഴിക്കോട് ആയിക്കോട്ടെ, ആളുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എന്റെ വീടും അടുത്താണെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് ഒന്ന് ചർച്ച ചെയ്തേ ഉള്ളൂ. അത് വളരെ സന്തോഷമുള്ളൊക്കെ. ഇപ്പൊ നമ്മള് ഈ നട്ടുച്ച സമയത്ത് നമ്മള് ചൂടൊന്നും അറിയാതെ അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടിയത് ഈ ആളുള്ളത് കൊണ്ടാണ്. യാത്രക്ക് ചെറിയൊരു പ്രയാസം നമ്മൾ നേരിട്ടെങ്കിലും ഇവിടെ ഇതുപോലെ നമുക്ക് സന്തോഷപൂർവ്വം എത്തിച്ചേരാൻ അവസരം ഒരുക്കിയ ശ്രീ സുബൈർ കൊളക്കാരനോട് എല്ലാവർക്കുള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. പറഞ്ഞ പോലെ ഡോക്ടറായി ഇപ്പൊ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അഡീഷണൽ ഡിഎമ്മുമായിട്ട് വർക്ക് ചെയ്യണം. അടുത്ത് തന്നെ ഒരു മാറ്റത്തോടുകൂടി വയനാട് ഡിഎമ്മുമായിട്ട് മാറുമെന്ന് വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഹൈസ്കൂളിൽ പഠിച്ചതിന് ശേഷമാണ് മറ്റ് കാര്യങ്ങളിലോട്ടൊക്കെ പോയിട്ടുള്ളത്. നിലവിലെ എൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് പ്രൊഫഷണലാണെങ്കിൽ ബിടെക് ആർത്തി പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഹൗസ് വൈഫായിട്ട് ഇരിക്കുകയാണ്. 2 മക്കളാണ്. മോള് പ്രൊവിഡൻസ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. മോന് റീസെൻ്റ്ലി ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടി ഗുജറാത്ത്. സാമ്പത്തികമായിട്ട് വലിയ മോശമില്ലാത്ത ഒരു സ്ഥിതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞു വിചാരിക്കും ഇന്നത്തെ ഇയാൾ പൊങ്ങച്ച് പറയുന്നത് വിചാരിക്കും. ഞാൻ പറയുന്നത് എൻ്റെ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ നിലയിലെത്താനുള്ള എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് മുക്ക ഹൈസ്കൂളായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ 8-9 അക്കുടിയിലാണ് എൻ്റെ സ്വന്തം വീട്. 8-9 പഠിക്കുന്ന സമയത്ത് UP സ്കൂളിലൊക്കെ നല്ല രീതിയിൽ മോശമില്ലാത്തൊരു പഠിത്തക്കാരനായിട്ട് അറിയപ്പെടുന്ന ആളായിരുന്നു. പക്ഷെ 8-9 സമയത്ത് വളരെ വളരെ മോശമായിപ്പോയി. അപ്പം എൻ്റെ കസിൻസിൻ്റെ വീട് അമ്മയുടെ ഏച്ചിയുടെ വീട് മുക്കത്താണ്. അപ്പം അവർ നിർബന്ധിച്ചിട്ടാണ് എന്നെ മുക്ക ഹൈസ്കൂൾ കൊണ്ട് ചേർത്തത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് വരുവാനും അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് എനിക്ക് കിട്ടാൻ ഒരിക്കലും സാധ്യമല്ലാന്ന് തിരിച്ചറിയാൻ തീർച്ചയായിട്ടും. അത് എന്നെ സഹായിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഏഷ്യൻ്റെ കസിൻസാണ്. പിന്നെ നമ്മുടെ മുക്ക ഹൈസ്കൂളിൽ പറയുകയാണെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ മാഷുകളും മായക്കുട്ടി മാഷ ഒരിക്കലും നമുക്ക് മറക്കാൻ എനിക്ക് സാധിക്കുന്നതല്ല. ഫിസിക്സ് പഠിച്ചിട്ടുള്ള രാഘവ മാഷ നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ല. ഇന്ന് നമ്മുടെ ഈ കോഴിക്കോട് കോർപ്പറേഷനുള്ളിൽ ഇത്രയും സൗകര്യമായ ഒരു വേദി ഒരുക്കി തന്നു. നമ്മുടെ ഒരു ഗൃഹനാഥനായിട്ട് തന്നെ നമ്മളെല്ലാവരെയും സ്വീകരിച്ച് ഇവിടെ ഇരുത്തി നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ശ്രീ സുബൈർ കൊളക്കാടിന് നമ്മുടെ ചേട്ടന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. അപ്പൊ നമ്മുടെ ഈ ഒരു സംഗമത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു മൊമെന്റ് കൊടുക്കാൻ വേണ്ടി ശ്രീമതി ഗിരിജ ടീച്ചറെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും
ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി, ലോകം ഭ്രാന്താലയമായി. ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധപുരകളായി. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താരി, സഖി മുത്തു പതിച്ചൊരു പൂത്താരി. തട്ടാനും വന്നില്ല, തങ്കമൊരുക്കിയില്ല, തട്ടാനും വന്നില്ല, തങ്കമൊരുക്കിയില്ല, കൊന്നതാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താരി, സഖി മുത്തു പതിച്ചൊരു പൂത്താരി. കണ്ണാടിയില്ലാഞ്ഞോ കളിയോ പച്ചമുഴുക്കിൻ നെറ്റിയിലൊക്കെ പാറിയല്ലോ സിന്ദൂരം, സഖി പാറിയല്ലോ സിന്ദൂരം. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇട്ടും പൂങ്കുയിലും സഖി പുള്ളി കുയിലും പൂങ്കുയിലും. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും